പ്രകൃതിയുടെ ഈ അത്ഭുതത്തെ എങ്ങനെ പൂർണ്ണതോതിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന ആവേശമാണ് എന്നിൽ. ഇത്തരം വിള്ളലുകൾ ഇടയ്ക്കെല്ലാമുണ്ട്. സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ അതിനിടയിലേക്ക് വീണുപോകാനും ഇടയുണ്ട്. പരമാവധി വക്കിലൂടെ ഞാൻ അങ്ങനെ നടക്കുകയാണ്. പല ടൂറിസ്റ്റുകളും ഇങ്ങനെ വക്കിൽ വന്നു നിൽക്കുന്നുണ്ട്. ഗ്രാൻഡ് കനിയന്റെ അഗാധതയുടെ കാഴ്ച പ്രേക്ഷകർക്ക് നൽകുന്നതിനായി തെല്ലൊരു സാഹസികതയോടെയാണ് എന്റെ നടത്തം. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കൊളറാഡോ നദിയും അതിന്റെ കൈവഴികളും കുത്തിയൊഴുകി മലകൾ തേഞ്ഞാണ് ഗ്രാൻഡ് കനിയൻ രൂപം കൊണ്ടതെന്നാണ് വിശ്വാസം. ചെറിയൊരു കാലയളവ് കൊണ്ടുണ്ടായ രൂപപ്പെടലല്ല അത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ തുടർന്ന കുത്തൊഴുക്ക്. ഈ സമയത്തു തന്നെ കൊളറാഡോ പീഠഭൂമിക്കുണ്ടായ ഉയർച്ചയും ഗ്രാൻഡ് കനിയന്റെ രൂപപ്പെടലിന് നിദാനമായി. ഗ്രാൻഡ് കനിയന്റെ പഴക്കം സംബന്ധിച്ച് വ്യക്തമായ ഒരു നിഗമനത്തിലെത്താൻ ഇത് സംബന്ധിച്ച് നടത്തിയ പഠനങ്ങളിലൊന്നും സാധ്യമായിട്ടില്ല. ഈ പിളർപ്പിന് 17 ദശലക്ഷം വർഷത്തെ പഴക്കമുണ്ടെന്നാണ് ചില ഗവേഷകർ പറയുന്നത്. അന്നു മുതൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഭൗമ പ്രക്രിയകളിലൂടെയാണ് ഇതിന് ഇന്ന് കാണുന്ന രൂപം കൈവന്നിരിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളായി റെഡ് ഇന്ത്യൻ ഗോത്ര സമൂഹങ്ങൾ ഗ്രാൻഡ് കനിയന്റെ ഭിത്തികളിൽ നിന്ന് ഉള്ളിലേക്കുള്ള ഗുഹകളിൽ വസിച്ചിരുന്നു. ഗ്രേസിയ ലോപ്പസ് ഡെ കരാഡനസ് എന്ന പര്യവേക്ഷകനാണ് ഗ്രാൻഡ് കനിയൻ എന്ന അത്ഭുതത്തെ ആദ്യമായി ആധുനിക ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. സ്പെയിൻകാരനായ ആ സാഹസികൻ 1540-ലാണ് ഭൂമിയുടെ ഈ മഹാപിളർപ്പ് കണ്ടെത്തുന്നത്. അതിനും എത്രയോ മുൻപ് അമേരിക്കയിൽ ചെറുപട്ടണങ്ങളിൽ തന്നെ സ്ഥാപിച്ചിരുന്ന പ്യൂബ്ലോ ജനത ഗ്രാൻഡ് കനിയന് ദൈവികമായ ശക്തി കൽപ്പിച്ച് ആരാധിച്ചിരുന്നു. അവരുടെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയായിരുന്നു ഇവിടം. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്തു തന്നെ ഗ്രാൻഡ് കനിയൻ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി തുടങ്ങിയിരുന്നു. സാഹസികരായ സഞ്ചാരികളാണ് അന്നൊക്കെ കൂടുതലായി ഇവിടേക്കെത്തിയിരുന്നത്. അതിസാഹസികത ഗ്രാൻഡ് കനിയനിൽ നിരവധി മനുഷ്യജീവിതങ്ങൾ പൊലിയുന്നതിനും കാരണമായിട്ടുണ്ട്. 1870 മുതൽ 2015 വരെയുള്ള കാലത്ത് 600-ലേറെ ആളുകൾ ഗ്രാൻഡ് കനിയനിൽ വീണു മരിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. അശ്രദ്ധയും അതിസാഹസികതയുമെല്ലാമാണ് ആ മരണങ്ങൾക്ക് കാരണമായത്. പാറയുടെ ഏറ്റവും വക്കിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ആധുനിക കാലത്തെ സഞ്ചാരികളുടെ ഏറ്റവും പ്രധാന വിനോദം. എന്റെ പ്രചോദനം ഉൾക്കൊണ്ട് ലാലുവും സാവധാനം വക്കിലേക്ക് നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അധികം അങ്ങോട്ട് പോകില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്തെല്ലാം അത്ഭുതങ്ങളാണ് പ്രകൃതിയിൽ! ഗ്രാൻഡ് കനിയന്റെ അഗാധവും വിസ്തൃതവുമായ ഗർത്തത്തിനകത്തു തന്നെ ദ്വീപുകൾ പോലെ പർവ്വത സമാനമായ ചില ഭാഗങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. നദി മഹാപ്രവാഹത്തിന്റെ കാലത്ത് അതിനെ ചുറ്റി ഒഴുകിയിരുന്നിരിക്കാം.